വീട് പണിയാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ ഒരു ലോൺ എടുക്കുമ്പോൾ നമ്മൾ ഈട് വെക്കാറുണ്ടല്ലോ. സാധാരണ നമ്മളിതിനെ പണയം എന്ന ഒറ്റ വാക്കിൽ പറയും. പക്ഷേ സംഗതി അത്ര സിമ്പിളല്ല. ഇന്ത്യയിലെ നിയമം, അതായത് 1882 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു നിയമം ഇതിനെ 6 വ്യത്യസ്ത രീതികളായിട്ടാണ് കാണുന്നത്. ഒറ്റനോട്ടത്തിൽ ഇത് കുറച്ച് സങ്കീർണമായി തോന്നാം, പക്ഷെ നമുക്കിതൊന്ന് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു പണയം, അതെന്താ? വീട്ടിന്റെ ആധാരം ബാങ്കിൽ കൊടുക്കുന്നു, ലോൺ എടുക്കുന്നു, അത്രയല്ലേ ഉള്ളൂ? നിങ്ങളും അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ ഇടപാട് പല രൂപത്തിലും ഭാവത്തിലുമാണ് വരുന്നത്. ഓരോന്നിനും അതിൻ്റേതായ നിയമങ്ങളും വ്യവസ്ഥകളുമുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിലും വളരെ സങ്കീർണവും അതേസമയം രസകരവുമാണ് കാര്യങ്ങൾ. അപ്പോൾ ഈയൊരു യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. ആദ്യം തന്നെ പണയത്തിന്റെ 6 വഴികൾ എന്തെല്ലാമാണെന്ന് നമ്മൾ കാണും. നമ്മുടെ വീടിന്റെ താക്കോല് എപ്പോഴാണ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്, എപ്പോഴാണത് കൈമാറേണ്ടി വരുന്നത്, അതൊക്കെ നമ്മൾ നോക്കും. പിന്നെ വിൽപ്പന പോലെ തോന്നിക്കുന്ന എന്നാൽ അല്ലാത്ത ചില പണയങ്ങളെ അടുത്തറിയും. കൈവശാവകാശത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കും. അവസാനം ഇതെല്ലാം തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഉറപ്പുവരുത്തും. എല്ലാത്തിനും ഒരു നിയമപരമായ ചട്ടക്കൂടുണ്ടാവുമല്ലോ. ഇവിടെ അത് 1882 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടാണ്. കേൾക്കുമ്പോൾ തന്നെ തോന്നാം ഇത് ഭയങ്കര പഴയൊരു നിയമമാണല്ലോ എന്ന്. അതെ, നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഈ നിയമമാണ് ഇന്നും ഇന്ത്യയിലെ ഈ പറയുന്ന 6 തരം പണയങ്ങളെയും നിയന്ത്രിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ടങ്ങ് പരിശോധിക്കാം. ശരി, നമുക്ക് ഏറ്റവും സാധാരണയായിട്ട് കാണുന്ന 2 തരം പണയങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വസ്തുവിന്റെ കൈവശാവകാശം, അതായത് വീടിന്റെ താക്കോല്, അത് കടം വാങ്ങുന്ന നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. ആദ്യം സിമ്പിൾ മോർട്ട്ഗേജ്. നിയമത്തിൽ പറയുന്ന 2 വാക്കുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, കൈവശാവകാശം കൈമാറ്റം ചെയ്യാതെ. അതിന്റെ അർത്ഥമെന്താ? സിമ്പിളാണ്. വീട് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. നിങ്ങൾക്കവിടെ താമസിക്കാം, അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം. ഇനി രണ്ടാമത്തേത്, വ്യക്തിപരമായി സമ്മതിക്കുന്നു. ഇതിനാണ് ശരിക്കും വലിയ പ്രാധാന്യമുള്ളത്. നിങ്ങൾ ആ കടത്തിന് വ്യക്തിപരമായ ഉത്തരവാദിയാണ്. ഇത് വെറുമൊരു വാക്കല്ല, ഇതിനു വലിയ നിയമപരമായ പ്രത്യാഘാതങ്ങളുണ്ട്. അപ്പോ ഇതിനെ ഒന്നുകൂടി ലളിതമായിട്ട് പറഞ്ഞാലെന്താ? വസ്തു നിങ്ങളുടെ കയ്യിൽ, പക്ഷേ ഒരു വേള പണം തിരിച്ചടച്ചില്ലെങ്കിൽ, കടം തീർക്കാൻ നിങ്ങളുടെ വീട് വിറ്റിട്ടും പണം തികഞ്ഞില്ലെന്ന് വെക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ശമ്പളമോ കാറോ അല്ലെങ്കിൽ മറ്റ് നിക്ഷേപങ്ങളോ വരെ പിടിച്ചെടുക്കാൻ നിയമപരമായി സാധിക്കും. അതാണ് ഈ വ്യക്തിപരമായ ബാധ്യത എന്ന് പറയുന്നതിന്റെ പവർ. പക്ഷെ ഒരു കാര്യമുണ്ട്, വായ്പ തന്നയാൾക്ക് നേരെ വന്ന് നിങ്ങളുടെ വീടങ്ങ് വിൽക്കാൻ പറ്റില്ല. അവർക്കതിന് കോടതിയുടെ അനുമതി വാങ്ങിയേ മതിയാവൂ. ഇനി അടുത്തത് ഇക്വിറ്റബിൾ മോർട്ട്ഗേജ്. ഇത് വളരെ വളരെ സിമ്പിളാണ്. ഇവിടെ വലിയ രജിസ്ട്രേഷനോ മറ്റു നൂലാമാലകളോ ഒന്നും തന്നെയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വസ്തുവിന്റെ ഒറിജിനൽ ആധാരമെടുത്ത് നേരെ ബാങ്കിന് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഈ കടം വീട്ടുന്നതുവരെ ഇതൊരു ഈടായി നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ എന്ന്. അത്രയേ ഉള്ളൂ. ആ ഒരൊറ്റ പ്രവൃത്തിയിൽ തന്നെ പണയം നിലവിൽ വന്നു. ഇത് ഒരുപാട് സാധാരണയായി കാണുന്ന ഒന്നാണ്. കാരണം എന്താ? ഇത് വളരെ എളുപ്പമാണ്, ചെലവും കുറവാണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും സാധുവല്ല. സർക്കാർ പ്രത്യേകം വിജ്ഞാപനം ചെയ്ത ചില നഗരങ്ങളിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. പിന്നെ എവിടെയും ഒരു കാര്യമുണ്ട്, പണം തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കിന് നേരെ വന്ന് വസ്തു വിൽക്കാൻ പറ്റില്ല. കോടതിയെ സമീപിച്ചതിന് ശേഷം മാത്രമേ അതിന് സാധിക്കൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടെണ്ണവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? അവയുണ്ടാക്കുന്ന രീതിയിലാണ് ആ വ്യത്യാസം. ഒന്ന് ഒരു രജിസ്റ്റർ ചെയ്ത രേഖയിലൂടെയാണ് ഉണ്ടാക്കുന്നത്, മറ്റേത് ആധാരം കൈമാറുന്നതിലൂടെ മാത്രം. എന്നാൽ ഇതിൻ്റെയൊക്കെ ഫലം ഏതാണ്ട് ഒരുപോലെയാണ്. രണ്ടിലും നിങ്ങൾ വ്യക്തിപരമായി കടത്തിന് ഉത്തരവാദിയാണ്. രണ്ടിലും വായ്പ തന്നയാൾക്ക് കോടതിയെ സമീപിക്കാതെ നിങ്ങളുടെ വസ്തു വിൽക്കാനും പറ്റില്ല. ശരി, ഇനി നമുക്ക് കുറച്ചുകൂടി സങ്കീർണമായ, കാഴ്ചയിൽ ഒരുപോലെ തോന്നുന്ന എന്നാൽ നിയമപരമായി 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഒരു ജോഡി പണയങ്ങളിലേക്ക് പോകാം. ഇവ രണ്ടും വിൽപ്പന എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സൂക്ഷിക്കണം, ആ വാക്കിന്റെ അർത്ഥം ഓരോന്നിലും വളരെ വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന വാക്ക് പ്രത്യക്ഷത്തിൽ എന്നതാണ്. ഇതിനെ നമുക്കൊരു നാടകം പോലെ കാണാം. അതായത് തുടക്കത്തിൽ ഇതൊരു വിൽപ്പനയാണെന്ന് വെറുതെ അഭിനയിക്കുകയാണ്. പക്ഷേ അതൊരു യഥാർത്ഥ വിൽപ്പനയല്ല. എപ്പോഴാണോ നിങ്ങൾ പണം തിരിച്ചടക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത്, അപ്പോൾ മാത്രം ആ നാടകം അവസാനിക്കും. എന്നിട്ട് ആ അഭിനയം ഒരു യാഥാർത്ഥ്യമായി മാറും. അതായത് വിൽപ്പന ശരിക്കും നടക്കും. ഇതിലെ ഏറ്റവും നിർണായകമായൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ നിങ്ങൾക്ക് വ്യക്തിപരമായ ബാധ്യതയില്ല. അതായത് വായ്പ നൽകിയ ആൾക്ക് ആ പണയപ്പെടുത്തിയ വസ്തുവിൽ മാത്രമേ അവകാശമുള്ളൂ. നിങ്ങളുടെ ശമ്പളത്തിലോ കാറിലോ മറ്റു സ്വത്തുക്കളിലോ തൊടാൻ പറ്റില്ല. അവയൊക്കെ പൂർണ്ണമായും സുരക്ഷിതമാണ്. ഇത് കടം വാങ്ങുന്നയാൾക്ക് കിട്ടുന്ന വലിയൊരു സംരക്ഷണ കവചം തന്നെയാണ്. ഇനി ഇംഗ്ലീഷ് മോർട്ട്ഗേജ് നോക്കൂ. ഇവിടെ പ്രത്യക്ഷത്തിൽ എന്ന വാക്കിനൊന്നും ഒരു സ്ഥാനവുമില്ല. പകരം നിയമം വളരെ വ്യക്തമായി പറയുന്നു, പൂർണ്ണമായും കൈമാറുന്നു എന്ന്. ഇവിടെ അഭിനയമൊന്നുമില്ല, കളി കാര്യമാണ്.
തുടക്കത്തിൽ തന്നെ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം നിങ്ങൾ പൂർണ്ണമായി കൈമാറുകയാണ്. പക്ഷെ അതിലൊരു വ്യവസ്ഥയുണ്ട്. നിങ്ങൾ പണം കൃത്യമായി തിരിച്ചടയ്ക്കുമ്പോൾ ആ ഉടമസ്ഥാവകാശം നിങ്ങൾക്കും തിരികെ കിട്ടും. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായും വായ്പ നൽകുന്നയാൾക്ക് കൈമാറുന്നു. പണം തിരിച്ചടക്കുമ്പോൾ അവരത് നിങ്ങൾക്കും തിരികെ തരും. ഇവിടെ നിങ്ങൾക്ക് വ്യക്തിപരമായ ബാധ്യതയുണ്ട്. അതുമാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ വായ്പ നൽകിയയാൾക്ക് കോടതിയൊന്നും സമീപിക്കാതെ തന്നെ നിങ്ങളുടെ വസ്തു വിൽക്കാനുള്ള അധികാരവും കിട്ടുന്നുണ്ട്. ഇത് അവർക്ക് കൂടുതൽ പവർ നൽകുന്നൊരു ഇടപാടാണ്. ഈയൊരു താരതമ്യം നോക്കുമ്പോൾ ആ വ്യത്യാസം വളരെ വ്യക്തമാകും. കണ്ടീഷണൽ സെയിൽ ഒരു വിൽപ്പനയുടെ നാടകം മാത്രം. അവിടെ വ്യക്തിപരമായ ബാധ്യതയുമില്ല. എന്നാൽ ഇംഗ്ലീഷ് മോർട്ട്ഗേജ് ഒരു യഥാർത്ഥ കൈമാറ്റമാണ്. കൂടെ പൂർണ്ണമായ വ്യക്തിപരമായ ബാധ്യതയുമുണ്ട്. കണ്ടോ, പേരിലൊരു സാമ്യമുണ്ടെന്ന് കരുതി രണ്ടും ഒന്നാണെന്ന് വിചാരിക്കരുത്. കടം വാങ്ങുന്നയാളുടെയും കൊടുക്കുന്നയാളുടെയും അവകാശങ്ങളുടെ കാര്യത്തിൽ ഇവ രണ്ടും രണ്ട് ലോകങ്ങളിലാണ്. ശരി, ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ സവിശേഷമായ, അത്ര സാധാരണമല്ലാത്ത ഒരു പണയമാണ്. ഇവിടെ ഈ ഇടപാടിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് തന്നെ വസ്തുവിന്റെ കൈവശാവകാശമാണ്. യൂസുഫ്രക്ചറി മോർട്ട്ഗേജ്. പേര് കേട്ട് പേടിക്കേണ്ട, ആശയം വളരെ സിമ്പിളാണ്. നിങ്ങളൊരു ലോൺ എടുക്കുന്നു. അതിന്റെ ഈടായിട്ട് നിങ്ങളുടെ വസ്തുവിന്റെ താക്കോല്, അതായത് അതിന്റെ കൈവശാവകാശം വായ്പ നൽകിയ ആൾക്ക് കൈമാറുന്നു. എന്നിട്ടെന്ത് സംഭവിക്കും? അവർക്ക് ആ വീട് വാടകയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ആ പറമ്പിൽ നിന്ന് വരുമാനമുണ്ടാക്കാം. അങ്ങനെ കിട്ടുന്ന വാടകയോ ലാഭമോ ഉപയോഗിച്ച് അവർ പലിശയും മുതലും പതിയെ പതിയെ പിടിച്ചെടുക്കും. എപ്പോഴാണോ ആ കടം മുഴുവനായി തീരുന്നത്, അന്ന് അവർ ആ താക്കോൽ നിങ്ങൾക്ക് തിരികെ തരും. ഇതൊരു വളരെ വ്യത്യസ്തമായൊരു അറേഞ്ച്മെന്റ് ആണല്ലേ. ഇവിടെ കടം വാങ്ങുന്നയാൾക്ക് വ്യക്തിപരമായ ബാധ്യതയേയില്ല. അതുപോലെ വായ്പ നൽകിയയാൾക്ക് നിങ്ങളുടെ വസ്തു വിൽക്കാൻ വേണ്ടി കോടതിയിൽ പോകാനോ ഒന്നും പറ്റില്ല. അവരുടെ ഒരേയൊരു അവകാശം എന്താണ്? കടം തീരുന്നതുവരെ ആ വസ്തു കൈവശം വയ്ക്കുക, അതിൽ നിന്നുള്ള വരുമാനമെടുക്കുക, അത്രമാത്രം. ഇതിനൊരു നിശ്ചിത സമയപരിധി ഇല്ല എന്നതും ഇതിനെ വളരെ സവിശേഷമാക്കുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരാം. ഈ പറഞ്ഞ 5 വിഭാഗങ്ങളിലും കൃത്യമായി ചേരാത്ത പണയങ്ങളുണ്ടാകില്ലേ? തീർച്ചയായും. നിയമം അതിനെയും വിളിക്കാൻ ഒരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്: അനോമലസ് മോർട്ട്ഗേജ്. ഇത് ശരിക്കും മറ്റുള്ളവയുടെ ഒരു മിശ്രിതമാണ്. അതിലെ വ്യവസ്ഥകളൊക്കെ ആ 2 വ്യക്തികൾ തമ്മിൽ പ്രത്യേകം ഉണ്ടാക്കുന്ന കരാറിനെ ആശ്രയിച്ചിരിക്കും. ശരി, നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. കുറച്ചൊക്കെ കൺഫ്യൂഷനുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ 5 പ്രധാന തരം പണയങ്ങളെയും ഒരൊറ്റ ചിത്രത്തിൽ ഒരുമിച്ച് നിർത്തി ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഇതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഈ പട്ടികയിലേക്കൊന്ന് നോക്കൂ. ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാത്തിൻ്റെയും ഒരു സംഗ്രഹമാണ്. ഓരോന്നായി നോക്കാം. കൈവശാവകാശം ആർക്കാണ്? സിമ്പിൾ, ഇക്വിറ്റബിൾ, കണ്ടീഷണൽ സെയിൽ. ഇതിലെല്ലാം കടം വാങ്ങുന്നയാൾക്കാണ്. എന്നാൽ യൂസഫ്രക്ചറിലോ അത് വായ്പ കൊടുത്തയാൾക്കാണ്. ഇനി വ്യക്തിപരമായ ബാധ്യത നോക്കൂ. സിമ്പിൾ, ഇംഗ്ലീഷ്, ഇക്വിറ്റബിൾ ഇതിലൊക്കെ ബാധ്യതയുണ്ട്. എന്നാൽ കണ്ടീഷണൽ സെയിലിലും യൂസഫ്രക്ചറിലും അതില്ല. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾ: കൈവശാവകാശം ആർക്കാണ്? വ്യക്തിപരമായ ബാധ്യതയുണ്ടോ? പണം കിട്ടിയില്ലെങ്കിൽ അവർക്കെന്ത് ചെയ്യാം? ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഏത് പണയത്തിൻ്റെയും സ്വഭാവം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തതിൽ നിന്ന് നിങ്ങൾ പ്രധാനമായും ഓർത്തിരിക്കേണ്ട ചില പോയിന്റ്സ് ഉണ്ട്. നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, മോർട്ട്ഗേജ് അല്ലെങ്കിൽ പണയം എന്ന് കേൾക്കുമ്പോൾ അതിന് ഒരൊറ്റ അർത്ഥമല്ല എന്നോർക്കുക. നിയമപരമായി പലതുണ്ട്. രണ്ടാമതായി, അടുത്ത തവണ നിങ്ങളൊരു പണയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കാൻ പോകുമ്പോൾ ഈ 2 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. 1. താക്കോൽ ആരുടെ കയ്യിലായിരിക്കും? 2. എന്റെ മറ്റു സ്വത്തുക്കൾക്ക് എന്തെങ്കിലും ബാധ്യതയുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ ഏർപ്പെടുന്ന ഇടപാടിന്റെ എല്ലാമെല്ലാമാണ്. അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത നിയമങ്ങളെല്ലാം 140 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്, അല്ലേ? അത്ഭുതം തോന്നുന്നില്ലേ? ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും വീട് വാങ്ങാനുള്ള തീരുമാനങ്ങളെയും ബിസിനസ് തുടങ്ങാനുള്ള ലോണുകളെയും നമ്മുടെയൊക്കെ സാമ്പത്തിക ഭാവിയെയും നിയന്ത്രിക്കുന്നതും രൂപപ്പെടുത്തുന്നതും ഇതേ അടിസ്ഥാന തത്വങ്ങളാണ്. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം.